തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഇതൊരു പുളിയാണ്. ഈ പുളി കൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം. ഇതിനെ പലരും പല പേരിട്ട് വിളിക്കും. ഞങ്ങൾ ഇതിന് ചെമ്മീൻ പുളി, ഇരുമ്പം പുളി എന്നൊക്കെ പറയും. പല സ്ഥലത്തും പലതരത്തിലാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഇതുകൊണ്ട് നല്ല രുചികരമായ അച്ചാറുകൾ ഉണ്ടാക്കാൻ പറ്റും. പലതരത്തിലും അച്ചാറുകൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഒരു കറി വയ്ക്കുകയാണ്. ചപ്പാത്തിക്കും കഞ്ഞിക്കും ചോറിനും ഒക്കെ ആവുന്ന ഒരു കറിയാണിത്. അതിനെ നമ്മൾ ഈ രീതിയിൽ നാലാക്കി മുറിച്ചെടുക്കണം. മുറിച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കറി മസാലപ്പൊടി, തേങ്ങാപ്പാൽ. ഇത്രയും വേണം. തേങ്ങാപ്പാൽ ഇപ്പോൾ റെഡിയാക്കിയിട്ടില്ല. അത് വെന്തതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ മതി. അപ്പോൾ കാണിക്കാം. ഇപ്പം നമ്മളിത് നുറുക്കിയിട്ട് കാണിക്കാം. അപ്പം നമ്മളുടെ സ്പെഷ്യൽ കറിക്ക് വേണ്ടതെല്ലാം അരിഞ്ഞു, മസാലകളെല്ലാം റെഡിയായി. നമുക്കിതെല്ലാം പാത്രത്തിലേക്ക് ഇടാം. ഈ പുളി കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും പലതരത്തിലും ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഇതാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഇരുമ്പം പുളി അല്ലെങ്കിൽ ചെമ്മീൻ പുളി എന്ന് പറയുന്ന പുളിയെ ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് ഇടുക. രണ്ട് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ വെളിച്ചെണ്ണ. ഇതിൽ 2 ചേരുവയും കൂടി ചേർക്കാനുണ്ട്. അത് ലാസ്റ്റേ ചേർക്കുള്ളൂ. അന്നേരം പറയാം. ഇപ്പം നമ്മളതിനെ ഒന്ന് തിരിഞ്ഞ് യോജിപ്പിക്കാം. ഇപ്പം നമ്മളിതിന് വേണ്ടതായ മസാലകളെല്ലാം ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് തിരുമ്മി അടച്ചു വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പം ഇതൊരു 5 മിനിറ്റായി. നമ്മളിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ പുളിക്ക് വേവ് വളരെ കുറവാണ്. നമുക്കിത് സിമ്മിലിട്ട് വേവിക്കാം. ഇപ്പോൾ അടപ്പ് തുറന്നു നോക്കാം. നമ്മളിത് വച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുള്ളൂ. നമ്മുടെ പുളി നന്നായിട്ട് വെന്ത് വെള്ളവും വയ്ക്കും. നമുക്കിതിലേക്ക് ഒരു അര സ്പൂൺ കറി മസാലപ്പൊടി ചേർക്കാം. കറി മസാലപ്പൊടി ഇട്ട് റെഡിയായി. ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇപ്പം ഇത് വീണ്ടും ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. നമ്മളതിലേക്ക് 2 കരിവേപ്പില ഇടണം.
ഓഫ് ചെയ്യാണ്. ഇപ്പം നമ്മൾ കരിവേപ്പില ഇട്ട് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റായി. നമ്മൾ അടപ്പെടുക്കുകയാണ്. ഇതൊരു സൂപ്പർ കറിയാണ്. കഞ്ഞിക്കും ചോറിനും ചപ്പാത്തിക്കും എല്ലാം ആവും. വെറും പുളിയാണെന്ന് വിചാരിക്കേണ്ട. ചേരുവകൾ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇതിന് കറക്റ്റ് പുളിയായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാവും. ഇത് 1-2 ദിവസം വച്ചാൽ പോലും കേടുവരാത്തൊരു കറിയാണ്. നിങ്ങൾ ഈ കറി പരീക്ഷിച്ചു നോക്കാം. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യണം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.